പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യൻ ആരോഗ്യ പ്രവർത്തകർക്ക് UK നൽകുന്ന വർക്ക് വിസകളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു. കുടിയേറ്റം കുറയ്ക്കുന്നതിനായി ഈ വർഷം UK സർക്കാർ നടപ്പിലാക്കിയ ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങളാണ് തിരിച്ചടിയായത്. ബ്രിട്ടന്റെ ഇമിഗ്രേഷൻ നയങ്ങളിൽ വരുത്തിയ മാറ്റങ്ങൾക്ക് ശേഷം ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് അനുവദിക്കുന്ന വർക്ക് വിസകളുടെ എണ്ണം 67% കുറഞ്ഞു. ആരോഗ്യമേഖലയിലെ തൊഴിലാളികളെയാണ് ഇത് ഏറ്റവും അധികം ബാധിച്ചത്. കഴിഞ്ഞ വർഷം 16,606 ആരോഗ്യ പ്രവർത്തകർക്കാണ് വർക്ക് വിസകൾ അനുവദിച്ചത്. നഴ്സിംഗ് പ്രൊഫഷണലുകൾക്ക് അനുവദിച്ച വിസകൾ ഏകദേശം 79% കുറഞ്ഞ് 2,225 ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരെയും പുതിയ മാറ്റങ്ങൾ ദോഷകരമായി ബാധിച്ചു. IT-യുമായി ബന്ധപ്പെട്ട വിസകൾ ഏകദേശം 20% കുറഞ്ഞ് 10,051 ആരോഗ്യ സംരക്ഷണം, വിവരസാങ്കേതിക വിദ്യാ മേഖലകളിലാണ് ഇന്ത്യക്കാർ UK-യിൽ അധികവും ജോലി ചെയ്യുന്നത്. നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 2025 ജൂലൈ 22-ന് UK സർക്കാർ നിരവധി ഇമിഗ്രേഷൻ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിരുന്നു. സ്കിൽഡ് വർക്കർ വിസകൾക്കുള്ള ഏറ്റവും കുറഞ്ഞ ശമ്പള പരിധി കൂട്ടിയതാണ് ഒരു പ്രധാന മാറ്റം. ഇത് മിഡ് ലെവൽ പ്രൊഫഷണലുകൾക്ക് തിരിച്ചടിയായി മാറി. സ്കിൽഡ് വർക്കർ, ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ എന്നീ 2 വിഭാഗങ്ങളിലും യോഗ്യമായ തൊഴിലുകളുടെ പട്ടിക UK ചുരുക്കി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കുള്ള പഠനാനന്തര ജോലി ഓപ്ഷനുകളും UK പരിഷ്കരിച്ചിട്ടുണ്ട്. ഗ്രാജുവേറ്റ് റൂട്ട് വിസ 2 വർഷത്തിൽ നിന്ന് 18 മാസമായി കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇത്തരം നിരവധി മാറ്റങ്ങളാണ് കുടിയേറ്റം കുറയ്ക്കുന്നതിനായി UK സർക്കാർ നടപ്പിലാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് ജനുവരി മുതൽ വീടുകൾ വാങ്ങാം. രാജ്യത്തേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം. സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് വസ്തു സ്വന്തമാക്കാൻ അനുവദിക്കുന്ന പുതിയ നിയമം ജനുവരിയിൽ പ്രാബല്യത്തിൽ വരും. മക്ക, മദീന, റിയാദ്, ജിദ്ദ എന്നീ നഗരപരിധികൾ ഒഴികെയുള്ള പ്രദേശങ്ങളിൽ സ്വന്തം ഉടമസ്ഥതയിൽ കെട്ടിടങ്ങളോ ഫ്ളാറ്റോ വാങ്ങാം. സൗദിയുടെ വിഷൻ 2030 പദ്ധതിയുടെ ഭാഗമായി വിദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് ലക്ഷ്യം. വ്യാജ വിവരങ്ങൾ നൽകി സ്വത്ത് വാങ്ങുന്നത് പോലുള്ള നിയമലംഘനങ്ങൾക്ക് 1 കോടി റിയാൽ വരെ പിഴ ചുമത്തും. സൗദിയുടെ ഇഖാമയോ പ്രീമിയം റെസിഡൻസിയോ ഉള്ള വിദേശികൾക്ക് മക്കയിലും മദീനയിലും ഒഴികെ നിർദ്ദിഷ്ട മേഖലകൾക്ക് പുറത്ത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. എന്നാൽ മക്ക, മദീന പ്രദേശങ്ങളിൽ മുസ്ലിങ്ങൾക്ക് മാത്രമേ ഉടമസ്ഥാവകാശം അനുവദിക്കൂ. വസ്തുമൂല്യത്തിന്റെ 5% വരെ ഫീസ് ഈടാക്കും. ഈ വർഷം ജൂലൈയിലാണ് വിദേശികൾക്ക് ഉടമസ്ഥാവകാശം നൽകുന്ന നിയമത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. വിദേശികൾ വാങ്ങുന്ന എല്ലാ സ്വത്തുക്കളും നിയമസാധുതയ്ക്കായി ദേശീയ റിയൽ എസ്റ്റേറ്റ് രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യണം. പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ വില്ലകളുടെയും ഫ്ളാറ്റുകളുടെയും ആവശ്യകത കൂടും. ഇതുവഴി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം ആകർഷിക്കാനാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രസംഗം എഡിറ്റ് ചെയ്ത് അപകീർത്തിപ്പെടുത്തിയെന്ന് ഡൊണാൾഡ് ട്രംപ്. BBC-ക്കെതിരെ $1,000 കോടി മാനനഷ്ട കേസ് ഫയൽ ചെയ്ത് US പ്രസിഡന്റ്. തന്റെ വീഡിയോ പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കും വിധം എഡിറ്റ് ചെയ്ത് സംപ്രേഷണം ചെയ്തുവെന്ന് ആരോപിച്ച് ബ്രിട്ടീഷ് വാർത്താ ചാനലായ BBC-ക്കെതിരെ ഡൊണാൾഡ് ട്രംപ് കേസ് ഫയൽ ചെയ്തു. $1,000 കോടി മാനനഷ്ട കേസാണ് ട്രംപ് കൊടുത്തത്. 2021 ജനുവരി 6-ന് നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങളാണ് എഡിറ്റ് ചെയ്തത്. US ക്യാപിറ്റൽ മന്ദിരം ആക്രമിക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സംസാരിച്ചതായി ചാനൽ വരുത്തി തീർത്തെന്നാണ് ട്രംപ് പറയുന്നത്. മയാമിയിലെ ഫെഡറൽ കോടതിയിലാണ് ഇത് സംബന്ധിച്ച കേസ് ഫയൽ ചെയ്തത്. അപകീർത്തിപ്പെടുത്തിയതായി ഒരു കേസും ഫ്ലോറിഡോയിലെ വ്യാപാര രീതി നിയമപ്രകാരമുള്ള മറ്റൊരു കേസുമാണ് ട്രംപ് ഫയൽ ചെയ്തത്. ക്യാപിറ്റോൾ കലാപത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന BBC ഡോക്യുമെന്ററിയിലാണ് ട്രംപിന്റെ വീഡിയോ ഉൾപ്പെടുത്തിയത്. മാധ്യമധർമ്മത്തിന് നിരക്കാത്ത പ്രവൃത്തിയാണ് BBC-യുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും നടപടി വേണമെന്നും ട്രംപ് ആവശ്യപ്പെടുന്നു. അക്രമം പാടില്ലെന്നും സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നുമാണ് പ്രസംഗത്തിൽ പറഞ്ഞതെന്നും ആ ഭാഗം ഒഴിവാക്കിയാണ് BBC ഡോക്യുമെന്ററി ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.